ഒരിക്കൽ കൂടെ നിങ്ങളേവരെയും മലമ്പുഴ ഗവൺമെൻറ് ITIയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിസത്തിൻ്റെയും മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരുന്നത്. ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ ഇലക്ട്രോമാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ഒരു പ്രസൻറ്റേഷനിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി നമുക്ക് ഹിസ്റ്ററിസിസ് ആൻഡ് ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ലാഗിംഗ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ബിഹൈൻഡ് ദി മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് എന്നാണ് ഹിസ്റ്ററിസിസിനെ നിർവചിച്ചിരിക്കുന്നത്. അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിൻ്റെ മാഗ്നറ്റൈസിംഗ് ഫോഴ്സും ആ ഇലക്ട്രോമാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഡെൻസിറ്റിയും തമ്മിലുള്ള ബന്ധത്തെയാണ് യഥാർത്ഥത്തിൽ ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോമാഗ്നറ്റിൻ്റെ മാഗ്നറ്റൈസിംഗ് ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഡെൻസിറ്റിയും തമ്മിലുള്ള ബന്ധം ഒരു ഗ്രാഫ് ആക്കി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്നും പറയുന്നു. ഹിസ്റ്ററിസിസ് ലൂപ്പ് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിൽ മാഗ്നറ്റൈസിംഗ് ഫോഴ്സും വൈ ആക്സിസിൽ ഫ്ലക്സ് ഡെൻസിറ്റിയുമാണ് മാർക്ക് ചെയ്യുന്നത്. ഏതൊരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെയും ഹിസ്റ്ററിസിസ് ലൂപ്പ് വരയ്ക്കാവുന്നതാണ് നമുക്ക്. ഓരോ മെറ്റീരിയൽസിൻ്റെയും ഹിസ്റ്ററിസിസ് ലൂപ്പിൽ മെറ്റീരിയലിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. ഫിഗർ 3യുടെ സഹായത്താൽ ഹിസ്റ്ററിസിസ് ലൂപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രോമാഗ്നറ്റ് പ്രിപ്പയർ ചെയ്യുകയും അതിലേക്ക് മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉയർത്തുകയും ചെയ്യുക. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റൈസിംഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർത്തുക. മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് കൂട്ടുന്നതിനനുസരിച്ച് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുകയും ഫ്ലക്സ് ഡെൻസിറ്റി സാച്ചുറേഷൻ പോയിന്റിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഫ്ലക്സ് ഡെൻസിറ്റി സാച്ചുറേറ്റ് ആയതിനു ശേഷം മാഗ്നറ്റൈസിംഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കുക. മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് കുറയ്ക്കുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റിയും കുറയുന്നു. എന്നാൽ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് 0യിൽ എത്തിയാലും ഫ്ലക്സ് ഡെൻസിറ്റി 0യിൽ എത്തുന്നില്ല. ഈ കാര്യം ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് 0 ആയതിനു ശേഷവും, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് 0 ആയതിനു ശേഷവും ഇലക്ട്രോമാഗ്നറ്റിൻ്റെ കോറിൽ നിലനിൽക്കുന്ന മാഗ്നറ്റിസത്തെയാണ് നമ്മൾ റെസിസ്റ്റൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഗ്രാഫിൽ ഇത് OR എന്ന അളവായാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ അവശേഷിക്കുന്ന മാഗ്നറ്റിസം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായി മാഗ്നറ്റൈസിംഗ് ഫോഴ്സിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ഒരു നിശ്ചിത വാല്യൂ എത്തുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി 0 ആകുന്നതായി നമുക്ക് ഗ്രാഫിൽ നിന്നും കാണാം. മാഗ്നറ്റൈസിംഗ് ഫോഴ്സിൻ്റെ ഈ നിശ്ചിത വാല്യൂവിനെ കോഴ്സീവ് ഫോഴ്സ് എന്നാണ് പറയുക. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഓൾറെഡി ഉള്ള റെസിജ്വൽ മാഗ്നറ്റിസം 0യിലേക്ക് കൊണ്ടുവരുന്നതിനായി അപ്ലൈ ചെയ്യുന്ന, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് കോഴ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഗ്രാഫിൽ ഇതിൻ്റെ വാല്യൂ OC എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സ് ഡെൻസിറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സാച്ചുറേഷൻ പോയിന്റിൽ എത്തുകയും പിന്നീട് മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് കുറയ്ക്കുന്നതിനനുസരിച്ച് ഫ്ലക്സ് ഡെൻസിറ്റി കുറയുകയും വീണ്ടും മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് 0 എത്തിയാലും ഫ്ലക്സ് ഡെൻസിറ്റി 0 എത്താതെ നിൽക്കുന്നതായും നമുക്ക് ഗ്രാഫിൽ നിന്നും കാണാവുന്നതാണ്. വീണ്ടും നമ്മൾ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് റിവേഴ്സ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലൂപ്പ് പൂർത്തിയാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഹിസ്റ്ററിസിസ് ലൂപ്പ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഹിസ്റ്ററിസിസ് കാരണം ഇലക്ട്രോമാഗ്നറ്റിൽ എനർജി ലോസ് ഉണ്ടാവുകയും ഇങ്ങനെയുണ്ടാവുന്ന എനർജി ലോസ് ഹിസ്റ്ററിസിസ് ലൂപ്പ് ഏരിയയ്ക്ക് ആനുപാതികമായിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെറ്റീരിയൽസിൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച്
ഹിസ്റ്ററിസിസ് ലൂപ്പിൻ്റെ ഷേപ്പിലും വ്യത്യാസമുണ്ടാവുന്നതാണ്. അതായത് വ്യത്യസ്ത മെറ്റീരിയൽസിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പിന് വ്യത്യസ്ത ഷേപ്പായിരിക്കും. ഹിസ്റ്ററിസിസ് കാരണമുണ്ടാവുന്ന പവർ ലോസ് ഈറ്റ ഇൻറ്റു എഫ് ഇൻറ്റു ബി മാക്സ് റേസ് ടു 1.6 ജൂൾസ് പെർ മീറ്റർ സ്ക്വയർ എന്ന ഇക്വേഷൻ പ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഈ ഇക്വേഷനിൽ ഈറ്റ എന്ന് പറയുന്നത് ഹിസ്റ്ററിസിസ് കോഎഫിഷ്യൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെയും ഹിസ്റ്ററിസിസ് കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ടായിരിക്കും. എഫ് എന്ന് പറയുന്നത് സപ്ലൈ ഫ്രീക്വൻസിയും ബി മാക്സ് എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റിയുമാണ്. അപ്പോൾ ഹിസ്റ്ററിസിസ് കാരണം മാഗ്നറ്റിക് മെറ്റീരിയൽ, ഇലക്ട്രോമാഗ്നറ്റിൻ്റെ കോറായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൽ എനർജി ലോസ് ഉണ്ടാവുന്നു. ഈ എനർജി ലോസ് ഹീറ്റിൻ്റെ ഫോമിലാണ് നഷ്ടമാവുന്നത്. അടുത്തതായി ഒരു ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പുള്ളിംഗ് പവറിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതായത് എനർജൈസ് ചെയ്ത ഒരു കോയിലിൻ്റെ പുള്ളിംഗ് പവർ, കോയിലിലെ ചുറ്റുകൾ, അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ കോയിൽ, കറണ്ട്, കോറിൻ്റെ മെറ്റീരിയൽ, ഫ്ലക്സ് ഡെൻസിറ്റി, ലെങ്ത് ആൻഡ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് കോർ എന്നിവയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ടിനെയും ഇലക്ട്രിക് സർക്യൂട്ടിനെയും കമ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ്, ഫ്ലക്സ്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ കറണ്ടിന് ആനുപാതികമാണ്. ഫ്ലക്സ് ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ്. ആനുപാതികമായി ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് ഈക്വൽ ടു EMF ബൈ റെസിസ്റ്റൻസ്. അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ MMF, ആംബിയർ ടേൺസിലാണ് MMF എക്സ്പ്രസ് ചെയ്യുന്നത്. ആനുപാതികമായിട്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ടേമാണ് EMF. EMF നമ്മൾ വോൾട്ടിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ടേം മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സ്. നമ്മൾ ഫ്ലക്സ് വെബറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫ്ലക്സിന് ആനുപാതികമായിട്ട് കറണ്ട് ആംബിയറിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മാഗ്നറ്റിക് സർക്യൂട്ടിലെ ടേം റിലക്റ്റൻസ്. മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ഒപ്പോസിഷൻ ആണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. റിലക്റ്റൻസ് S ഈക്വൽ ടു MMF ബൈ ഫ്ലക്സ്. മാഗ്നറ്റിക് സർക്യൂട്ടിലെ റിലക്റ്റൻസിന് ആനുപാതികമായിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിലെ ടേം ആണ് റെസിസ്റ്റൻസ്, R ഈക്വൽ ടു EMF ബൈ കറണ്ട്. അടുത്ത ടേം ആണ് പെർമിയൻസ്. 1 ബൈ റിലക്റ്റൻസ്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ റിലക്റ്റൻസിൻ്റെ ഇൻവേഴ്സിനെയാണ് പെർമിയൻസ് എന്ന് പറയുന്നത്. ആനുപാതികമായി ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണ്ടക്റ്റൻസ് 1 ബൈ റെസിസ്റ്റൻസ്. അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിലെ അടുത്ത ടേം ആണ് പെർമിയബിലിറ്റി. 1 ബൈ റിലക്റ്റിവിറ്റിനെ പെർമിയബിലിറ്റി എന്നാണ് പറയുന്നത്. ആനുപാതികമായി ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണ്ടക്ടിവിറ്റി, 1 ബൈ റെസിസ്റ്റിവിറ്റിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക് സർക്യൂട്ടും തമ്മിലുള്ള കമ്പാരിസൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പൊതുവെ ഇലക്ട്രോമാഗ്നറ്റുകൾ നമുക്കറിയാം ഒരുപാട് ആപ്ലിക്കേഷനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായി ഇലക്ട്രിക്കൽ മെഷീൻസായ മോട്ടോഴ്സ്, ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, കൺവേർട്ടേഴ്സ്, ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രൊട്ടക്റ്റീവ് റിലേസ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രിക്കൽ ഡിവൈസസ് ലൈക്ക് ബെൽ, ബസേഴ്സ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, റിലേസ്, ടെലിഗ്രാഫിക് സർക്യൂട്ട്, ലിഫ്റ്റ് ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ യൂസസ്. ഇങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഡിവൈസാണ് ഇലക്ട്രോമാഗ്നറ്റ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചാണ്. മൈക്കിൾ ഫാരഡേ എന്ന
ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് മാഗ്നറ്റിസം ഉപയോഗപ്പെടുത്തി വൈദ്യുതി ഉണ്ടാക്കാമെന്ന് കണ്ടെത്തിയത്. ഈ ഒരു കണ്ടുപിടുത്തമാണ് ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് മൈക്കിൾ ഫാരഡേയുടെ 2 നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫാരഡേസ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ആദ്യം നമുക്ക് ഫാരഡേസ് ഫസ്റ്റ് ലോ എന്താണെന്ന് മനസ്സിലാക്കാം. Faraday's first law states that whenever the magnetic flux is linked with a circuit changes, an EMF is always induced in it. കുറച്ചുകൂടെ ലളിതമാക്കി പറഞ്ഞാൽ, എപ്പോഴാണോ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നത്, ആ അവസരത്തിൽ ആ കണ്ടക്ടറിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനെ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സിൽ ചേഞ്ച് വരികയാണെങ്കിൽ ആ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫാരഡേസ് സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോ പ്രകാരം ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ് ഫാരഡേസ് സെക്കൻഡ് ലോ പറയുന്നത്. ഫാരഡേസ് സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the magnitude of the induced EMF is equal to the rate of change of flux linkage. അതായത് ഇൻഡ്യൂസ്ഡ് EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ പറയുന്നത്. ഈ 2 ലോയകളും ഇലക്ട്രിക്കൽ ട്രെയിനീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ പ്രാധാന്യമുള്ളതാണ്. അടുത്തതായിട്ട് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFഉം സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFഉം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫാരഡേസ് ലോ പ്രകാരം ഉണ്ടാകുന്ന EMFനെയാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നും തരംതിരിച്ചിരിക്കുന്നത്. ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു കോയിലിൽ ഉണ്ടാകുന്ന EMF കോയിലിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ മൂവ്മെൻറ്റ് കാരണമാണ് ഉണ്ടായതെങ്കിൽ ഇങ്ങനെ ഉണ്ടായ EMFനെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് പറയുക. അതായത് കോയിലിൻ്റെ ചലനം മൂലമോ അതല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചലനം മൂലമോ ആണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നതെങ്കിൽ ആ EMFനെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് പറയുക. അവിടെ ഒരു മോഷൻ ഉണ്ടായിരിക്കും. ഉദാഹരണമായി ഒരു ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന EMF ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFന് ഉദാഹരണമാണ്. കാരണം ആർമേച്ചർ ചലിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ ചലനം മൂലം ഉണ്ടാകുന്നതല്ല. അതായത് ഇവിടെ ഒരു മോഷൻ ഓർ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല, മറിച്ച് മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമാണ് കണ്ടക്ടറിൽ EMF ഉണ്ടാകുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് കറണ്ട് ഫ്ലോയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമാണ് മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരുന്നത്. ഇത്തരത്തിലുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMFനെയാണ് നമ്മൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFനെ വീണ്ടും 2ആയി തരംതിരിച്ചിട്ടുണ്ട്: സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഡ്യൂസ്ഡ് EMF 2 തരത്തിലുണ്ട്. ഒന്ന് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, 2 സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF മോഷൻ മുഖാന്തരവും ഓർ മൂവ്മെൻറ്റ് മുഖാന്തരവും, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഫ്ലക്സിൽ ഉണ്ടാകുന്ന വ്യതിയാനവും കാരണവുമാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം, ഓർ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്ന് നോക്കാം. ഒരു കോയിലിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ ചേഞ്ചിങ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഈ ചേഞ്ചിങ് കറണ്ട് കാരണം മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരികയും ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് സെയിം കോയിലിനെ അല്ലെങ്കിൽ സെയിം കണ്ടക്ടറിനെ കട്ട് ചെയ്യുകയും അങ്ങനെ ആ കോയിലിൽ തന്നെ ഉണ്ടാവുന്ന EMFനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതായത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഒരേ കോയിലിൽ തന്നെ ഉണ്ടാവുന്ന EMFനെയാണ് നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അങ്ങനെ ചേഞ്ചിങ് ഫ്ലക്സ് കാരണം, ഒരു കോയിലുണ്ടാവുന്ന ചേഞ്ചിങ് ഫ്ലക്സ് കാരണം ആ കോയിലിൽ തന്നെ ഒരു EMF ഉണ്ടാവുകയാണ്. ഇങ്ങനെ
EMF പ്രൊഡ്യൂസ് ചെയ്യിക്കാനുള്ള കോയിലിൻ്റെ കഴിവിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഫിഗർ 7 ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് കാരണം സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ കണ്ടക്ടറിലൂടെ ഒരു ചേഞ്ചിങ് കറണ്ട് ഫ്ലോ ചെയ്യുകയും ആ ചേഞ്ചിങ് കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെയിം കണ്ടക്ടറിനെ തന്നെ കട്ട് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് കണ്ടക്ടറിൽ ഒരു EMF ഉണ്ടാവുകയും ചെയ്യുന്നു. ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന EMF ആണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും അപ്ലൈ ചെയ്ത വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFും മ്യൂച്വൽ ഇൻഡക്റ്റൻസും എന്താണെന്ന് നോക്കാം. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഒരു കോയിലിൽ ഉണ്ടാവുന്ന ഫ്ലക്സിൻ്റെ വ്യതിയാനം കാരണം തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന കോയിലിൽ ഉണ്ടാകുന്ന EMF, അതായത് ചിത്രത്തിൽ കാണിച്ചതുപോലെ രണ്ട് കോയിലുകൾ A1 A2 രണ്ട് കോയിലുകൾ നമ്മൾ അടുത്തടുത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കോയിലിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുകയും ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുകയും ഈ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന കോയിലിനെ കട്ട് ചെയ്യുകയും അങ്ങനെ രണ്ടാമത്തെ കോയിലിൽ ഒരു EMF ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന EMFനെയാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഇവിടെ ഈ രണ്ട് കോയിലുകൾക്കിടയിൽ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉള്ളതായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കോയിൽ 1ൽ N1 നമ്പർ ഓഫ് ടേൺസും കോയിൽ 2ൽ N2 നമ്പർ ഓഫ് ടേൺസുമാണ് ഉള്ളത്. ഈ രണ്ട് കോയിലും മ്യൂച്വലി കപ്പിൾഡ് കോയിൽസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ഒരു പ്രിൻസിപ്പിളിനെ, മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് കോയിലുകൾക്ക് ഇടയിൽ നിലനിൽക്കുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ M = μ0 μr N1 N2 A / L. ഇവിടെ μ0 എന്ന് പറയുന്നത് എയറിൻ്റെ പെർമിയബിലിറ്റിയും μr എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദി കോർ മെറ്റീരിയൽ ആണ്. അതായത് നമ്മൾ ഉപയോഗിച്ച കോറിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റിയാണ്. N1 N2 എന്ന് പറയുന്നത് കോയിലുകളിലെ ചുറ്റുകളുടെ എണ്ണവും A എന്ന് പറയുന്നത് കോറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയയും ആവുന്നു. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം. അടുത്തതായിട്ട് നമുക്ക് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു കോയിലിലൂടെയുള്ള കറണ്ട് ഫ്ലോയിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനുള്ള കോയിലിൻ്റെ കഴിവിനെയാണ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കോയിലിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇൻഡക്റ്റൻസ് ഈസ് ദി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് or device to oppose any change in the magnitude of current flows in the circuit. ഇൻഡക്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യാനായി ക്യാപിറ്റൽ ലെറ്റർ L ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് ഇൻഡക്റ്റൻസ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഇൻഡക്ടർ എന്ന് പറയുന്നത്. പൊതുവായിട്ട് ഇൻഡക്ടേഴ്സ് എന്ന് പറയുന്നത് കോയിൽസ് ഓഫ് വയറാണ്. എക്സാമ്പിൾ ചോക്ക്, കോയിൽസ്, റിയാക്ടേഴ്സ്, ഇതെല്ലാം ഇൻഡക്ടേഴ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് എത്രയാണെന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്നാമത്തെ ഘടകം റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദി കോർ മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി. സെക്കൻഡ് വൺ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി കോയിൽ. തേർഡ് വൺ സ്പേസിംഗ് ബിറ്റ്വീൻ ടേൺസ് ഓഫ് വയർ. ഫോർത്ത് വൺ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കോർ. ഈ 4 ഫാക്ടേഴ്സിനെ ബന്ധപ്പെടുത്തിയായിരിക്കും ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസ്. പെർമിയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റൻസ് കൂടുതലായിരിക്കും. അതേപോലെ നമ്പർ ഓഫ് ടേൺസ്, ഒരു കോയിലിലെ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂം ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ സ്പേസിംഗ് ബിറ്റ്വീൻ ടേൺസ് ഓഫ് വയർ, നമ്മൾ വളരെ അടുത്ത് ക്ലോസ് ആയിട്ട് വൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഡക്റ്റൻസ് കൂടുന്നതായും, വളരെ വൈഡായിട്ട് ടേൺസുകൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ കോയിൽ ചുറ്റുന്നതെങ്കിൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ കോറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്നതിനനുസരിച്ച്
ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറിയാണ്. ഇനി നമുക്ക് ഹെൻറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഒരു കോയിലിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി എന്ന് പറയുന്നത്. ഒരു കോയിലിലൂടെയുള്ള കറണ്ട് ഫ്ലോയിൽ 1 ആംപിയർ/സെക്കൻഡ് എന്ന റേറ്റിൽ ചേഞ്ച് വരികയും കറണ്ട് ഫ്ലോയിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ച് കാരണം കോയിലിൽ 1 വോൾട്ട് ഉണ്ടാവുകയും ചെയ്താൽ ആ കോയിലിന് 1 ഹെൻറി ഇൻഡക്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനായി ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് ലെൻസ് ലോ ഓർ ലെൻസസ് ലോ. അതായത് ലെൻസ് ലോ ഉപയോഗിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായാണ്. ലെൻസ് ലോ പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകാൻ കാരണം എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കുമെന്നാണ്. അതായത് ചേഞ്ച് ഇൻ കറണ്ട് കാരണമാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായതെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ. ഇതാണ് ലെൻസസ് ലോ എന്ന് പറയുന്നത്. അവസാനമായി നമുക്ക് ഒരു ഇൻഡക്ടർ സ്റ്റോർ ചെയ്യുന്ന എനർജിയെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരു ഇൻഡക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. 12 Li² എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എനർജി സ്റ്റോർഡ് ഈക്വൽ ടു 12 Li². എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ ഈക്വൽ ടു 12 Li². ഇവിടെ L എന്ന് പറയുന്നത് കോയിലിൻ്റെ ഇൻഡക്റ്റൻസും I എന്ന് പറയുന്നത് കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടുമാണ്. ഇത്രയും കാര്യങ്ങളാണ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ ഇലക്ട്രിക്കൽ ട്രേഡ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട 4 പ്രസൻറ്റേഷനുകളിലൂടെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രസൻറ്റേഷൻ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു.